9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് ഈ ശൗല് ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട് ഒരു വീടിനകത്ത് അന്ധനായി കഴിയുക. എന്തുവാ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏതു വില്ലനെ തമ്പുരാനൊന്ന് സന്ദർശിച്ച് കണ്ണിന്റെ കാഴ്ച അടിച്ചു പോയാൽ അവന്റെ മുഴുവൻ ഇടപാടും തീർന്ന് ഒരു മുറിക്കകത്തവൻ കയറിയിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഈ നമുക്ക് കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ നമ്മുടെ കണ്ണിന്റെ വില നമുക്ക് അറിയത്തില്ല. ഈ കേൾവിയുടെ വില അറിയണമെങ്കിൽ ചെവി ഒരു മാസം ഒന്ന് അടഞ്ഞിരിക്കണം. വേണ്ട, മിണ്ടുന്നില്ല. ഈ കൈയൊക്കെ ഒടിയുമ്പോഴേ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടിരിക്കുമ്പോഴേ ഈ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്യുന്നതും സ്തോത്രം ഒക്കെ ചെയ്യുന്ന അതിൻ്റെ വില അറിയണമെങ്കിൽ ഒരാഴ്ച എന്തോ ചെയ്യണം? കാലൊന്നൊടിഞ്ഞാൽ അറിയാം ഈ നടപ്പിന്റെ ഗുണം, നടുവൊന്ന് വെട്ടിയാൽ അറിയാം നിപ്പിന്റെ ഗുണം. വേണ്ട, മിണ്ടുന്നില്ല. കൈ ഒന്ന് കുത്തിപ്പെടുത്താൽ അറിയാം നഖത്തിന്റെ വില. പിടികിട്ടിയോ? എന്നാൽ ഇതൊന്നും വരുത്താതെ നിന്നെ ഇരുത്തുമ്പോൾ നിനക്ക് ഭയങ്കര അഹങ്കാരവുമാണ്. നിങ്ങളാരും അല്ല, അഹങ്കാരം ഉള്ളവരോട് പറയുക. അന്യായ ജാടയാ. ആരുടെ മുമ്പിലും താഴത്തില്ല, ദൈവത്തിന് മുമ്പിലും താഴത്തില്ല. ഞാൻ കൊച്ചി രാജാവിന്റെ മോനാന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എടാ, മഹാരാജാവിന്റെ മകനാന്ന് പറഞ്ഞ് നടക്ക. അതൊരു ഗമയാ. നീ ഇന്ന് തൊട്ട് അറിയപ്പെടുന്നത് നിന്റെ പേരിലല്ല, ഈ നാമത്തിലാ. നിനക്ക് ലഭിച്ചിരിക്കുന്ന സകല പദവിയുടെ പിമ്പിൽ ഈ നാമം ഉയർന്നു നിൽക്കുക. ഓ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. ബൈബിള് പഠിച്ചാൽ ഒരു ഭക്തന്റെ മുഴുവൻ വിടുതലും ഈ നാമത്തിലാ. എന്നോട് ദൈവം പറയാം, ഈ നാമത്തിലൊരു വിടുതൽ എന്ന് നിങ്ങൾ പ്രാപിക്കാൻ പോവാ. എത്ര പേര് അത് ആമീൻ പറയും? അപ്പം പൗലോസ് അന്ധനായിട്ടൊരു മുറിക്കകത്തിരിക്കുക. ഈ പൗലോസ് ആരാന്ന്, ശൗൽ ആരാന്ന് ബൈബിളിലുണ്ട്. പ്രാർത്ഥന ഒട്ടും ഇഷ്ടമല്ലാത്തവൻ. പ്രാർത്ഥന ഒട്ടും. ഈ നമ്മുടെ ഇടയിൽ 2 ഗ്രൂപ്പുണ്ട്. ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പ്രാർത്ഥന ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഓർത്തോണം, ഉടനെ തന്നെ അവൻ പ്രാർത്ഥനക്കാരനാവും. പിന്നെ വേറെ ചില കുഴപ്പമുണ്ട്. ചിലർക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് കെറുവൊന്നുമില്ല. അവർ വേണേ പ്രാർത്ഥനയ്ക്ക് വരികയും ചെയ്യും, പക്ഷെ ആയുസ് നന്നാകത്തില്ല. കണ്ടോ, മിണ്ടുന്നില്ല. ഞാൻ ചിലരോട് പറയാം, അച്ഛാ പ്രാർത്ഥനയിലൊക്കെ ചേർന്ന് നിൽക്കണം. ഉണ്ടല്ലോ. എവിടെ? യോഗം നടക്കുമ്പോൾ കപ്പക്കാലയിലുണ്ടല്ലോ. എന്താ മിണ്ടുന്നില്ല? എൻ്റെ ഭാര്യയെ കൊണ്ട് യോഗത്തിന് വിട്ടിട്ട് ഞാൻ കാറയിരുന്ന് കേൾക്കുമായിരുന്നു. ഉണ്ടോ? യോഗത്തിന് സ്തോത്രാഴ്ചയും കൊടുത്തുവിടും, ദശാംശം കൊടുത്തുവിടും, പക്ഷെ പുള്ളി രക്ഷിക്കപ്പെടുക. അങ്ങനെയുള്ളവര് പണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ ഭർത്താവ് അറിയാതെ പോയി സ്നാനപ്പെട്ടു. ആറ്റിലായിരുന്നു സ്നാനം നടന്നുകൊണ്ടിരുന്നപ്പോ ഈ വള്ളത്തിൽ മണ്ണ് കോരുന്നവര് കണ്ടു നേതാവിന്റെ ഭാര്യ എന്ത് ചെയ്തു. ആരും അറിയാതെ കവറിനകത്ത് ഭർത്താവ് ജോലിക്ക് പോയ രാഷ്ട്രീയത്തിന് പോയ സമയത്ത് കവറും പിടിച്ചോണ്ട് കയറി ചെന്നപ്പം വള്ളക്കാരൻ പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരും പഞ്ചായത്തുകാരും എല്ലാം കൂടിയിരിക്കുക. മെമ്പറുടെ സ്തോത്രം ഭാര്യ, നേതാവിന്റെ ഭാര്യ സ്നാനപ്പെട്ടു. കയറി വന്നപ്പോ പുള്ളിക്കാരത്തി മനസ്സിലായി, അറിഞ്ഞു. വന്ന പാടെ പുള്ളിക്കാരത്തി ചോദിച്ചു, കവറിൽ എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ നനഞ്ഞ ഡ്രസ്സാ. പിന്നെ പുള്ളിക്കാരത്തിക്കാണ് ഇച്ചിരി സൈസ് കുറവാ. പുള്ളിയാണേ സ്തോത്രം പൊങ്ങായിക്ക് പിടിച്ച് ഭിത്തിയിൽ അങ്ങ് നിർത്തി. എന്നിട്ട് ചോദിച്ചു, നീ സ്നാനപ്പെട്ടോ? വിട്ടു. ഇനി ഒരിക്കലും പെടത്തില്ല അച്ഛാ. എന്നാ പുള്ളി പറഞ്ഞു, ഇവക്ക് പെട്ടപ്പോഴാ മനസ്സിലായ ഇനിയും പെടല്ലെന്ന്. ഇവന് വല്ല വെളിവുണ്ടോ? എടാ, സ്നാനം ഒന്നേ ഉള്ളൂ. നീ അടുത്ത ആഴ്ച സ്നാനപ്പെടുവോ? ഒരിക്കലും. അപ്പൊ പുള്ളി പറഞ്ഞു, വേണ്ട, നമ്മൾ ഈ പ്രാവശ്യത്തേക്ക് വിടുക. എൻ്റെ ഭാര്യയല്ലേ, ഇവക്കത് സ്നാനപ്പെട്ടത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി അവൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അപ്പൊ എൻ്റെ പൊന്നച്ച ഒരിക്കലും ഇല്ല. ഇവക്ക് സ്നാനം അറിയാം, ഇവൻ അറിയത്തില്ലല്ലോ. പുള്ളി ഭയങ്കര ഹാപ്പിയായി. ഭർത്താവിന് നല്ല ആഹാരമൊക്കെ വെച്ചു കൊടുത്തു. 1 വർഷം തികഞ്ഞപ്പോ അവനും അതേ ആറ്റി സ്നാനപ്പെട്ടു.